ദിവസം പറ, വിശേഷങ്ങൾ പറ കേക്കട്ടെ. പറയേ. അങ്ങനെ ഹോംവർക്ക് എല്ലാം എഴുതിയാ? പിടിക്കനായാ? അങ്ങനെ സാർ എന്തോ പറഞ്ഞു? നമ്മളെ വീട്ടിന്റെ ഇവിടെ റോട്ടിലാണ് നടക്കുന്നത്. നമ്മളെ വീടിപ്പോൾ എത്തും. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ കൊടുക്കാം. അമ്മ പറ, ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു? മോൻ പഠിച്ച അമ്മ വരച്ച പടം കൊണ്ടുവന്ന് കൊടുത്താ? പാടിയാ? പാട്ട് വേണ്ട, നാളെ പഠിച്ചോണ്ട് വന്നാ മതി. ഏത് പാട്ടായിരുന്നു അമ്മ പഠിപ്പിച്ചു തന്ന മോനെ? പീലി നിവർത്തി നിന്നാടും നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ. കാണാൻ ചേരുള്ള പക്ഷി എന്തൊരു ചേരാണ്. പീലി പീലിക്ക് പീലി നിവർത്തി. അത് തന്നെ മിടുക്കം കേട്ടാ, മിടുക്കം. എന്നിട്ട് എന്തൊരു കഴിക്കുന്ന? ആര് വാങ്ങിച്ചോണ്ട് വെച്ച്? ആരടാ നിനക്ക് പാപ്പ വാങ്ങിച്ചോണ്ട് വരുന്ന? ആര്? പിന്നെന്താ പറയാ, എത്ര പാട്. കൊരങ്ങ കണ്ടില്ല, അന്ന് എടുത്ത് തിന്നാൻ അറിയായിരുന്നല്ലേ. പഠിച്ച സുന്ദര കുട്ടായി. ചായ ഇടട്ടെ അമ്മ? ചായ ഇട്ട് വരാം. എന്നിട്ട് ചേട്ടൻ വരൂല്ലേ, അടുത്ത ചേട്ടായി? അമ്മ ചായ ഇട്ട് വരാം കേട്ടോ. എന്തൊരു കാണുന്ന ടി വിയില്? നോക്കട്ടെ, അമ്മയ്ക്ക് അറിയത്തില്ല ഏത് ചാനലാ പറഞ്ഞെന്നേ. പറ, നമ്പർ പറ, അക്ഷരങ്ങൾ പറ, അക്ഷരം പറ. 3, 2. അയ്യോ ഇത് വരുന്നില്ലടാ. 3, 2, 6. അയ്യോ ഇത് വരുന്നില്ല കേട്ടോ. എന്തുറ്റി? 3, 2, 6. ഗുഡ്. നീ ഇട്ടപ്പം വന്നല്ലേടോ. അപ്പം മോരുത് കാർട്ടൂൺ കാണും. അമ്മ ചായ ഇട്ടുണ്ട് കേട്ടോ. ശരി. അങ്ങനെ ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളക്കട്ടേന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കടലയിരുന്നത് ഞാനൊന്ന് വറുത്ത് കേട്ടോ. വറുത്തു. അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് വറുത്തു വച്ചു. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എടുത്ത് കഴിച്ചു. കടുമുണ്ടായിരിക്കുന്നു. എൻ്റെ അമ്മോ, എൻ്റെ പല്ല് പോയി. എന്നാലും സാരമില്ല, ഈ മഴയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കടലയൊക്കെ വറുത്ത് വെച്ചിരുന്നാൽ തിന്നാൻ നല്ല രസമല്ലേ. പിന്നെ നാളത്തേക്ക് വേണ്ടി അരി ഉഴുന്നും കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. അതിനെ ആട്ടിയെടുക്കണം. അതൊരു ജോലിയാണ്. പിന്നെ അങ്ങനെ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയാണ് കഴുകി ഈ ആട്ടിയെടുക്കണം. ഈ പിള്ളേരെയൊക്കെ പറഞ്ഞ് ട്യൂഷനൊക്കെ വിട്ടിട്ട് ഇനി അതിനൊക്കെ പറ്റുള്ളൂ. അപ്പം അതൊന്ന് കഴുകി ഒന്ന് വയ്ക്കാം. കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അശയെന്ന് പറക്കിയിട്ട് ഇനി ഇതെല്ലാം അടുക്കി പറക്കി വെക്കണം. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാം അടുക്കി പറക്കി വെച്ചാൽ കേട്ടോ. അതിനൊക്കെ എന്നെ സഹായിക്കും, എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കും കേട്ടോ, എല്ലാ വീട്ടു ജോലികൾക്കെല്ലാം. ദിവസം ഇരുന്ന് ടി വി കാണുന്നു. അവൻ ഉള്ളിവടയും തിന്നുകൊണ്ടിരുന്ന് ടി വി കാണാൻ. അവൻ എന്തൊരറിയണം, ഒന്നും അറിയണ്ട. ഇപ്പോൾ അവൻ്റെ രണ്ടാമത്തെ ചേട്ടൻ വരാറായി. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കാണാം. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ പൂക്കൾ. അടിപൊളി മനോഹരമായ പൂക്കളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എൻ്റെ അമ്മയാണ് ഇതെല്ലാം നനച്ച് വച്ചിരിക്കുന്നത്. അപ്പോഴേ എന്ത് ഭംഗിയാണല്ലേ ഈ പൂക്കളെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ മോൻ ആട്ടയിൽ വന്ന് വരുന്നത്. അങ്ങനെ ആട്ടയിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോഴിനി അവന് വന്നിട്ട് ഇനി അവനും ട്യൂഷൻ വേണം. ഇനി അവനെ റെഡിയാക്കി ചോറൊക്കെ കൊടുത്തിട്ട് വേണം വിടാനായിട്ട്. ചോറ് വാരിയാണ് ഞാൻ കൊടുക്കുന്നത്. വാടി തളർന്നാണ് കേട്ടോ വരുന്നത്. അയ്യോ വയ്യേ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അവനിപ്പോൾ SPC പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവൻ ക്ഷീണിച്ച് അവശനായിട്ട് വരികയാണ്. ഇപ്പോൾ ഇരുന്ന് വെള്ളമൊക്കെ തിളച്ചു. തേയിലേക്ക് ഇട്ട് ചായ റെഡിയാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ തേയില ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചു വന്നു. അങ്ങനെ അതവിടെ കിടന്ന് തിളക്കട്ടെ. നമുക്ക് പോണ്ടേ, അടുത്ത ട്യൂഷന് പോണ്ടേ? എന്തൊരുമാര് ഡള്ളായിരിക്കുന്നു. എന്തുപറ്റി? SPCയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇനി ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഇല്ലേ? ഒന്നത്തിന് ഉഷാറായിട്ടിരി. നാളെ കയറ്റിൻ്റെ പരീക്ഷ അല്ലേ? ഫസ്റ്റിനൊക്കെ ടീച്ചർ ഇട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ വന്നിട്ട് നോക്കാം കേട്ടോ. ഉഷാറായിട്ടിരി. നമുക്ക് പോണ്ടേ ട്യൂഷന്? പോവാ.
അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് അവനെ ട്യൂഷൻ സെൻറ്ററിലോട്ട് കൊണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.